ഡോക്ടർ ആരിഫ് ഹുസൈനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇവിടെ കോൺഗ്രസ് സഹയാത്രികൻ ബി റെജി പറഞ്ഞത് അങ്ങ് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു മതേതരത്വം കെട്ടിപ്പടുക്കുന്ന ഒരു നേതാവാണ് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുകയാണ്. ഒരു മതത്തോടും പ്രത്യേകിച്ച് പ്രതിപത്തിയില്ല, വിദ്വേഷമില്ല, അങ്ങേയറ്റത്തെ മതസൗഹാർദ്ദമാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നതെന്നാണ് കോൺഗ്രസിൻ്റെ സഹയാത്രികൻ പറഞ്ഞു വെക്കുന്നത്. സമീപകാല സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആ പ്രസ്താവനയിൽ രാഹുലിൻ്റെ ഈ മനോഭാവത്തിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട്? ഈ ഒരു വിഷയം ഇതിപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നതിന്റെ പേരിൽ അല്ല എനിക്കിതിനകത്തൊരു വിഷയമുള്ളത്. എന്ന് വെച്ചാൽ അദ്ദേഹം അത് പറഞ്ഞതിൽ ഒരു തരക്കേടുമില്ലാന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മളൊക്കെ അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മളും രാഹുൽ ഗാന്ധി തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇതുപോലെയുള്ള ദൈവ കഥാപാത്രങ്ങളും അത് ഇതുപോലെ മിത്തുകളാണ് എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതിപ്പോ രാമനായാലും ശരി, കൃഷ്ണനായാലും ശരി, അതിനിപ്പോ യേശു ആണെങ്കിലും ശരി, അതിനിപ്പോ അള്ളാഹു ആണെങ്കിലും ശരി, ഇതൊക്കെ മിത്താണെന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ പറയണം എന്നൊരു വിശ്വാസത്തിന് അതീതമായിട്ട്, നമ്മളെ രാഷ്ട്രീയത്തിൽ ഈ മതം കലർത്തുന്നതിന് അതീതമായിട്ട് ഈ മതത്തിൻ്റെതായിട്ടുള്ള ഡിസ്പ്ലേ അത് നമ്മുടെ രാജ്യത്ത് കൂടുതൽ കാണുന്നതിനെതിരെയൊക്കെ നമ്മൾ പറയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്കത് പറയാൻ സാധിക്കുന്നു. ആ രീതിയിൽ അവിടെ ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തി ഇത് പറയുന്ന വേളയിൽ അത് എത്രത്തോളം ഇതുപോലെ ബാലൻസ്ഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇത് ചില മതങ്ങളുടെ വശത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു സൈഡ് വലിവ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നും കൂടി അവിടെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെ സൂചിപ്പിക്കേണ്ടായി, ഈ ഹിന്ദു മത അനുയായികളോടും അതുപോലെ തന്നെ സംഘടനകളോടൊക്കെ ലഷ്കർ ഇ തോയ്ബ അതുപോലുള്ള സംഘടനയൊക്കെ അതിനെ ഒക്കെ കൂട്ടുപിടിച്ചിട്ട് അതും അതിനേക്കാൾ മോശമാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നതൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല, അതിനേക്കാൾ മോശമാണെന്നൊക്കെ പറയാം. പക്ഷെ തിരിച്ചും പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടോ? ഇതിപ്പോ ഈ രാമന്റെ വിഷയം എന്നുള്ളതിനേക്കാൾ വരി ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവിടെ ഗണപതിയുടെ വിഷയം വന്നപ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഗണപതി മിത്താണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മിത്താണെന്ന് പറയാൻ പറ്റുമോ? പറ്റുന്നില്ല. അത് ഇവിടുത്തെ ഇടതുപക്ഷം അന്ന് വല്ലാതെ ബുദ്ധിമുട്ടി അതിൽ നിന്ന് കരകയറാൻ വേണ്ടി മുട്ടിലടിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ ഗണപതി മിത്തും അള്ളാഹു മുത്തുമായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെയും നമ്മൾ അതുപോലെയുള്ള ചില കാര്യങ്ങൾ കാണേണ്ടി വരുമ്പോൾ, അതിൽ വിശ്വാസത്തെ കൂട്ടുപിടിക്കേണ്ടി വരുമ്പോൾ അവിടെയാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. അല്ലാതെ ഇതിനെ വിമർശിച്ചു ഇതിങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാനത് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. കാരണം എന്താണ്, അതൊരു വലിയ വിഷയമാക്കി ചർച്ച ചെയ്ത് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഇങ്ങനെ വഴിതിരിച്ച് കൊണ്ടുപോകേണ്ട കാര്യം ഈ വിഷയത്തെ സമീപിക്കുന്നത് അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഹിന്ദു മതത്തോട് എന്തുമാകാം, മറ്റു മതങ്ങളോട് എങ്ങനെയാണ് എന്നുള്ള ഒരു കൃത്യമായ വേർതിരിവുണ്ടല്ലോ. ചില മതങ്ങളെ പറയാൻ ഭയമാണ്. അങ്ങനെ ആ മതത്തിൽ അള്ളാഹു മിത്താണ് എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഈ ഘട്ടത്തിൽ കഴിയുമോ? അതാണ് ഇവിടെ ഉയർന്നു വരേണ്ട പ്രശ്നം എന്നാണ് തോന്നുന്നത് ഡോക്ടർ ആരിഫ് ഹുസൈൻ. അതെ, അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. എനിക്കിവിടെ ഉള്ള കോൺഗ്രസിന്റെ പ്രതിനിധിയോടും ചോദിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞു, സ്നേഹത്തിന്റെ ചില സന്ദേശം അതിൽ കൈമാറി എന്നൊക്കെ പറയുമ്പോൾ, ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പഹൽഗാം ഇഷ്യൂ, ആ ഇഷ്യൂവിന്റെ പിന്നിലുള്ള മതം അത് ഇസ്ലാം മതമാകുന്നു. ആ ഇസ്ലാമിന്റെ പിന്നിലുള്ള ആ ഒരു കൂട്ടം ആളുകൾ അതിന്റെ ആശയം എവിടുന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതൊരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയവും ആ ഇസ്ലാമിന്റെ മുതലാളിമാരായിട്ടുള്ളത് അള്ളാഹു മുഹമ്മദ് നബിയൊക്കെ ആവുമ്പോൾ അവരും കുറച്ച് കുഴപ്പക്കാരാണ്, അത് വളരെ സ്നേഹത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയാൻ രാഹുൽ ഗാന്ധി ഏതായാലും നമ്മുടെ മുന്നിലില്ല. പക്ഷേ സ്നേഹത്തിന് വേണ്ടി അതിന്റെ കട തുറന്ന് ഇരിക്കുന്ന ആളുകളാണല്ലോ ഈ പറയുന്ന കോൺഗ്രസിന്റെ ആളുകൾ എല്ലാവരും. അപ്പോൾ എനിക്ക് അവരോട് ചോദ്യതാണ്, ഇപ്പോൾ ഇവിടെ റജിയോട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഇതുപോലെ ഒരു വിഷയം പ്രത്യേകിച്ച് പഹൽഗാമിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ പിന്നിലുള്ള മതം ഇസ്ലാം, അത് കലിമ ചോദിച്ച് മുണ്ട് പൊക്കി നോക്കി ഇതുപോലെ തലവെട്ടുന്ന അവസ്ഥ വരുമ്പോൾ അവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, അതിന്റെ പിന്നിലുള്ള സംഗതിയെയും ഇതുപോലെ തള്ളി പറയാൻ, അതൊരു വലിയ പ്രശ്നമാണെന്ന് പറയാൻ, അതും ഒരു മിത്താണ്, ആ മിത്തിന്റെ പിന്നാലെ പോകരുതേ മുസ്ലിങ്ങളെ എന്ന് പറയാനുള്ള ഒരു ആർജവം അത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവുമോ? അതെനിക്ക് അറിയേണ്ടതുള്ളൂ. ആ ഇരട്ടത്താപ്പ് നിങ്ങൾ രാഹുൽ ഗാന്ധിയിൽ മാത്രമാണോ അതോ കോൺഗ്രസിലെ ഓരോ വക്താവിനും അത് ബാധകമാണോ? നിങ്ങൾ എല്ലാവരും ചുവന്നോട് കിടക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടതുള്ളൂ. യെസ്.